ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പം ഒരു സമയം എത്രയും 7:30 7:30 നമ്മൾ ഹോസ്റ്റലിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ പഴയ ഹോസ്റ്റലിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കിസ്മിസ് റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അർജുൻ ചേട്ടനും വിശാല ചേട്ടനും അഭിരാം ചേച്ചി എല്ലാവരും വരും. എന്നിട്ട് നമ്മളെ കൊച്ചിയിലേക്ക് പോകാനാണ് ഇപ്പം പ്ലാൻ. ഇനി നമുക്കത് മാറുമോ എന്നും പറയാൻ പറ്റില്ല. സോ നമ്മുടെ ഫുൾ ട്രിപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഒരു റീൽസ് ഒക്കെ എടുക്കാൻ തീരുമാനിച്ചു. പിന്നെ ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് റീൽസ് എടുത്തത്. സോ അവിടുത്തെ ആൾക്കാരൊക്കെ നമുക്ക് റീൽസ് എടുക്കാൻ വേണ്ടി മാറ്റാണ്. അങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നല്ലൊരു അടിപൊളി വീഴ്ച വീണു ഗൈസ്. ഇത് ചിന്ത എനിക്ക് ചോദിക്കാല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ നിനക്ക് ഉള്ള കാമുകനുണ്ടല്ലോ ഇല്ല. ഓക്കെ, എന്നാൽ ആ കാമുകനില് അല്ലെങ്കിൽ നീ കെട്ടാൻ പോകുന്ന ആളിൽ എന്തൊക്കെ സങ്കല്പമാണ്? എനിക്ക് ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു ട്രൂ ലവ് വന്നിട്ടില്ല. സോ എനിക്കൊരു ട്രൂ ലവ് വേണമെന്ന് ആഗ്രഹമുണ്ട്. വേണമെന്നില്ല. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ട് ആയതിനെ കൊണ്ട് അത് ചിലപ്പോൾ ശരിയായിരുന്നില്ല. എന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും സമ്മതിക്കും. സോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലാണ്. സോ നമ്മുടെ സീനിയറിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കർത്ത ചേച്ചിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഫ്ലാറ്റല്ല, ആക്ച്വലി ഇത് ഹോസ്റ്റലാണ്. അവർ PG പഠിക്കാൻ വേണ്ടി സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലാണത്. കാണിച്ചു തരാം. സോ ഗായ്സ്, ഇവിടെയാണ് കർത്ത ചേച്ചിയുടെ റൂം. സോ നമുക്ക് അവിടെ പോയിട്ട് സർപ്രൈസ് ആയിട്ട് ചേച്ചീനെ കൂട്ടാം. സോ ഇതാണ് ചേച്ചിയുടെ ഫ്ലാറ്റ്. ചേച്ചി പഠിക്കുന്നതും PG പ്രിപ്പറേഷൻ ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. സോ നമ്മൾ ചേച്ചീനെ ഇവിടുന്ന് പിക്ക് ചെയ്ത് നേരെ നമ്മൾ ക്യൂൻസ് വാക്കിലോട്ട് പോകാനാണ് തീരുമാനിച്ചത്. നമ്മൾ വണ്ടി കയറി അങ്ങോട്ടാണ് പോകുന്നത്. ഗായ്സ്, നമ്മളിപ്പം ക്യൂൻസ്വേലാണ് ഉള്ളത്. സോ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറ്റം തൊട്ട് ആ അറ്റം വരെ കടകളാണ്. നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഇവിടെ ഇപ്പുറത്തൊരു ലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ നമുക്ക് നൈറ്റ് ഒരുപാട് കപ്പിൾസും ഫാമിലീസും ഒക്കെ ഇവിടെ വന്ന് സിംഗിൾസും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. സോ നമുക്ക് അത് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ കടയിൽ നിന്ന് കുറച്ച് മോമോസ് കഴിക്കാനാണ് പോകുന്നത്. അതായത് നമ്മൾ ഈ അറ്റം തുടങ്ങി ആ അറ്റത്തുള്ള കട നമ്മൾ ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോകും. സോ ഗായ്സ്, നമ്മൾ കുറെ കാലത്തിന് ശേഷം നമ്മൾ എല്ലാരും കൂടെ മീറ്റ് ചെയ്തിരിക്കുവാണ് ഗായ്സ്. അപ്പൊ നമ്മളിപ്പോ കൊച്ചിയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സോ എങ്ങനെയുണ്ട് ഗായ്സ്? വൈബ് എങ്ങനെയുണ്ട് ഗായ്സ്? എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് സോ ഗൈസ്, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. കുറെ ഫ്ലാറ്റും കുറെ ലൈറ്റും പിന്നെ കുറെ ലേക്കല്ല ഒരു ലേക്കും അടിപൊളി വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഈവനിങ്സ് ഒക്കെ കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലേ ഇവിടെ നിൽക്കുമ്പോൾ. സ്റ്റേ ഹൈഡ്രേറ്റഡ് ഗൈസ്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കാക്കനാടുള്ള താഴ്വാരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടുത്തെ ഫുഡ് അതേ വൈബും അതേ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ പുറത്ത് ചായ് കണക്ഷൻസ് എന്ന് പറഞ്ഞ മ്യൂസിക് ബാൻഡിൻ്റെ പാട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പാട്ട് കുറച്ച് സമയം കേട്ടിരുന്നു. സമയം പോയത് അറിഞ്ഞതേ.
ഗായ്സ് അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് നമ്മൾ. ആൻഡ് ദിസ് ഈസ് കടമക്കുടി ഐലൻഡ്. സോ ഇവിടെ നിന്ന് സൺറൈസ് കാണാൻ പറ്റുന്നതാണ് പറയുന്നത്. സോ നമുക്ക് സൺറൈസ് കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഹോസ്റ്റലിലോട്ട് വിടാം. ആക്ച്വലി കടമക്കുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കായലാണ്. ഇതിന്റെ അപ്പുറത്താണ് കടലുണ്ട്. അല്ല അങ്ങനെയല്ലേ? ഞാൻ കണ്ടു പോരാ വെരി ബാഡ്. എന്റെ ചെരുപ്പൊക്കെ പോവാന്നോ? കണ്ടില്ല. സോ ഗായ്സ് അങ്ങനെ നമ്മൾ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. കടമക്കുടി ഐലാൻഡിൽ നിന്ന് നമ്മൾ തിരിച്ച് സ്പീക്കേഴ്സിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ 3 മണിക്കൂർ എന്തായാലും പിടിക്കും. സോ യെസ്, എങ്ങനെയാണ് ട്രിപ്പ്? അടിപൊളിയായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ട്രിപ്പ് ആയിരുന്നു. നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്ത ട്രിപ്പ് ആയിരിക്കും എപ്പോഴും നല്ല ട്രിപ്പ്. സോ ഇത് അതുപോലത്തെ ട്രിപ്പ് ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാനാണെങ്കിൽ കടമക്കുടിയൊക്കെ നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്ന സ്ഥലമാണിത്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ ഗൈസ് നമുക്ക് ഡ്രസ്സ് മാറ്റണം. നമ്മളിപ്പോൾ ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ഹോസ്പിറ്റലിൽ കയറാൻ പോകുന്നത്. സോ നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് ചുരിദാറാക്കണം. ഇനി ചുരിദാറാക്കി നമുക്ക് നേരെ ഹോസ്പിറ്റലിൽ കയറാം. സോ ഗൈസ് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ വേറൊരു ലുക്ക് ആയിട്ടുണ്ട്, കോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ക്ലിനിക്സിൽ പോവാം. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. സോ ബൈ ബൈ.